സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരമരണം. ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പോത്തൻകോട് സ്വദേശിയായ 78-കാരിയാണ് മരിച്ചത്. തലസ്ഥാനത്ത് 2 ദിവസത്തിനിടെ 2 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് മരിച്ചത്. വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുകയാണ്. ശ്രീനന്ദ, ഈ അമീബിക് മസ്തിഷ്ക ജ്വരം തടയാൻ, അതിനെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരു തരത്തിലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിവരങ്ങൾ നിലിമ, തലസ്ഥാനത്ത് 4 ദിവസത്തിനിടെ 2 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഹബ്സ എന്ന് പറയുന്ന ഒരു വയോധിക, 78 വയസ്സുള്ള ഒരു വയോധികയാണ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ പനി ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയതായിരുന്നു. അവർക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു അവിടെ മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ശേഷം അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സ നൽകുകയുമായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. അങ്ങനെ വരുമ്പോൾ തലസ്ഥാനത്ത് 4 ദിവസത്തിനിടെ 2 മരണങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നലെയും 18 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടിരുന്നു. പനി മൂലം ചികിത്സയ്ക്ക് എത്തിയതായിരുന്നു. ഇങ്ങനെ നിരവധി ആളുകളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് പറയുകയുണ്ടായി. അമീബിക് മസ്തിഷ്ക ജ്വരം എങ്ങനെയാണ് പകരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പൊക്കെ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. പഠനം എന്ന് പറയുന്നത് ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എവിടെയാണ് രോഗം പടരുന്നത്, അതുപോലെ തന്നെ പനി ബാധിച്ച ഒരാൾക്ക് വീട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വരെ അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് മൂലമാണ് ഇത്തരത്തിലൊരു രോഗം പടർന്നു പിടിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അതിനൊരു പഠനം നിർബന്ധമായും വേണം എന്നുള്ള കാര്യമൊക്കെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അതെല്ലാം ഒരു പറച്ചിലിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സെപ്റ്റംബർ 3-ാം തീയതിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായത്. പഠനം നടത്തിയിരിക്കും. എവിടെ നിന്നാണ്, ജലസ്രോതസ്സിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലാണോ ഈ ഒരു അസുഖം പകരുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പഠനം നടത്തി അതിനൊരു തീരുമാനമുണ്ടാക്കും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പഠനം എവിടെ എന്നൊരു കാര്യത്തിൽ ഇതുവരെയും മൗനം തുടരുകയാണ്. ഇത്ര 1.5 മാസം പിന്നിട്ടിട്ട് കൂടി ഇതുവരെ ആ പഠനത്തിന്റെ മുകളിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് എന്നതാണ് സത്യാവസ്ഥ. ഇപ്പോൾ ഇതാ ഒരു ആൾ കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരിക്കുകയാണ്. വയോധികയാണ്. വീട്ടിൽ തന്നെ സ്ഥിരമായി തുടരുന്ന സ്ത്രീ കൂടിയാണ് അവർക്ക് എങ്ങനെയാണ് ഈ രോഗം ബാധിച്ചെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയും ഇതുവരെയും ആയിട്ടില്ല. ഇനി കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണോ ഇത്തരത്തിലൊരു അസുഖം ഉണ്ടായത് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അസ്വാഭാവികത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ തലസ്ഥാനത്ത് 4 ദിവസം 2 പേർക്കാണ് ഈ രോഗം ബാധിച്ച് മരണപ്പെട്ടിരിക്കുന്നത്. ശ്രീനന്ദയാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ വാർത്ത, അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.